എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയെ സംബന്ധിച്ചിട്ടുള്ളൊരു വിഷയമാണ്. പ്രാർത്ഥന ആഗ്രഹിക്കാത്ത മനുഷ്യർ കുറവാണ്. ദൈവത്തിൽ വിശ്വാസമുള്ള എല്ലാവരും പ്രാർത്ഥന ആഗ്രഹിക്കുന്നു. സൃഷ്ടികൾ സൃഷ്ടാവിനോട് കഴിക്കുന്ന യാചനകളും അവർ സമർപ്പിക്കുന്ന ആഗ്രഹങ്ങളുമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പലരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ചിലർക്കൊക്കെ പെട്ടെന്ന് മറുപടി ലഭിക്കുന്നു, ചിലർക്ക് അത് ലഭിക്കാതിരിക്കുന്നു. ചിലർ ദീർഘനാളുകളായി പ്രാർത്ഥിച്ചിട്ടും അത് ലഭിക്കാത്ത അവസ്ഥയിലേക്ക് കടന്നു പോകുന്നു. ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് പല പഠിപ്പിക്കലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ച ഒരു പഠിപ്പിക്കലെന്ന് പറയുന്നത് ദൈവ മക്കൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പിശാചും അതിൻ്റെ സൈന്യവും ഇതിനെ തടഞ്ഞു വെക്കുമെന്നും ഈ തടഞ്ഞു വെക്കുന്ന പ്രാർത്ഥനകളെ ദൈവദാസന്മാരും ദൈവമക്കളും പോരാടി അതിനെ പ്രാപിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്ന പ്രാർത്ഥനയെ സംബന്ധിച്ചിട്ടുള്ള പഠിപ്പിക്കൽ എന്ന് പറയാം. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് സർവശക്തനായ ദൈവത്തോട് ഒരു ഭക്തൻ കഴിക്കുന്ന പ്രാർത്ഥനയെ പിശാചും അവൻ്റെ സൈന്യവും തടഞ്ഞു വെക്കും. ആ തടഞ്ഞു വെക്കുന്ന കാര്യത്തെ കൃപയുള്ളവർ അതിനെ തകർത്തുകൊണ്ട് അതിന് ജയം പ്രാപിക്കും. കൃപയുള്ള വിശ്വാസികൾ അതിനെ ശക്തയുക്തം എതിർത്ത് ദൈവം തരുന്ന മറുപടിയെ പിശാചിൻ്റെ കരങ്ങളിൽ നിന്ന് പോരാടി ജയിച്ച് കൈക്കലാക്കണം എന്നുള്ളതാണ് ഈ പഠിപ്പിക്കൽ എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കേട്ട് കാണണം. എന്തിനു പറയുന്നു, ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന വേദാധ്യാപകർ വരെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നവരാണ്. പ്രാർത്ഥനയെ പിശാച് തടഞ്ഞു വെക്കും. അതിനെ നമ്മൾ ഫൈറ്റ് ചെയ്ത് അതിനെ നേടിയെടുക്കേണ്ടത്, അതിൻ്റെ മറുപടിയെ നേടിയെടുക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള നിലയിൽ ഇതിനെക്കുറിച്ച് ദൈവവചനം എന്ത് പറയുന്നു എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം. ഇതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് ഒരു വിശ്വാസി എന്ന് പറയുന്ന ആ വ്യക്തി ആരാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കിതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. വിശ്വാസി എന്ന് പറയുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ മക്കളാണ്, അല്ലെങ്കിൽ മകനാണ്, മകളാണ്. രണ്ടാമത്തെ കാര്യം, ഒരു വിശ്വാസി നിൽക്കുന്നത് ദൈവത്തിൻ്റെ അധികാര പരിധിക്കുള്ളിലാണ്. മൂന്നാമത്, സാത്താൻ്റെ അധികാരങ്ങൾക്ക് മുകളിലാണ് ദൈവമക്കളുടെ സ്ഥാനം. നാലാമത്, സാത്താൻ്റെ സകല അധികാരവും കാൽവരി കൊലമരത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു. നമുക്കറിയാലോ, യേശുവിൻ്റെ കാൽവരി മരണത്തിലൂടെ സാത്താൻ്റെ സകല അധികാരവും എന്തിനു പറയുന്നു, അവൻ്റെ ആയുധം വരെ വെച്ച് ജയോത്സവം കൊണ്ടാടിയ യേശു. അങ്ങനെ പിശാച് കാൽവരിയിൽ വെച്ച് തോറ്റു, യേശു ജയാളിയായി. ആ ജയാളിയായ യേശു സകല അധികാരത്തിനും തലയായിരിക്കുന്ന യേശു ക്രിസ്തു ഈ പിശാചിന്മേലുള്ള അധികാരം എല്ലാ വിശ്വാസികൾക്കും നൽകി.
ഇതാണ് വിശ്വാസികളെക്കുറിച്ചുള്ള തിരുവചനം പഠിപ്പിക്കുന്ന വിശ്വാസികൾ നിൽക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത്. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്തെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽക്കീഴായി വെച്ച് അവനെ സർവത്തിന് മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന് നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ സകലത്തിൻ്റെയും തലയായവൻ ആ അധികാരം തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറി. ലൂക്കോസിന് സുവിശേഷം 10-ാമത്തെ അധ്യായം 19 വാക്യത്തിൽ നമ്മൾ കാണുന്നത്, തൻ്റെ ശിഷ്യന്മാരെ നോക്കി യേശു പറഞ്ഞത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്കൊരിക്കലും ദോഷം വരുത്തുകയില്ല. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിസ്സാര പുള്ളികളല്ല എന്നുള്ളതാണ്. വിശ്വാസികൾ ദൈവീകമായ അധികാരത്തിൻ്റെ കീഴിലാണ് ദൈവമക്കൾ എന്ന് പറയുന്നവർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവമക്കൾ പിശാചിൻ്റെ അധികാരത്തിനും കീഴിലല്ല, മറിച്ച് ദൈവിക അധികാരത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ ആയതിനാൽ ദൈവമക്കൾ പിശാചിനെയല്ല ഭയക്കേണ്ടത്, പിശാച് ദൈവമക്കളെ ഭയക്കണം. അവൻ ഭയക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ച്, ദൈവമക്കളെ സംബന്ധിച്ച് പിശാചിന് ഭയമാണ്. കാര്യം ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ പിശാചിന് ദൈവമക്കളെ ഭയമാണ്. മാത്രമല്ല, ഈ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ പിശാചിന് ഭീതി ജനിപ്പിക്കുന്നു. ഇതാണ് വിശ്വാസികളെ സംബന്ധിച്ചിട്ടുള്ള സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അതായത് ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്ന ഒരു നില എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമ്മൾ പ്രാരംഭമായി പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ പിശാച് തടഞ്ഞു നോക്കുമോ? ഞാൻ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. ദൈവത്തിൻ്റെ മക്കളുടെ സ്ഥാനം പിശാചിൻ്റെ കാൽക്കീഴല്ല, പിശാചിൻ്റെ തലയ്ക്ക് മുകളിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എങ്കിലും ചിലർ പ്രസംഗിക്കുന്നത്, ദാനിയേൽ പ്രവചന പുസ്തകം 12-ാമത്തെ അധ്യായം 10-ാമത്തെ അധ്യായം 12 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങളിലുള്ള ഭാഗം എടുത്തുകൊണ്ടാണ് ദാനിയേൽ പ്രാർത്ഥന കഴിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിച്ചു 21 ദിവസം. അത് താമസിച്ചത് പിശാച് ആ പ്രാർത്ഥന തടഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ മറുപടിയെ തടഞ്ഞതുകൊണ്ടാണ് എന്ന രീതിയിലാണ് അതിനെ വ്യാഖ്യാനിക്കുക. അതിൻ്റെ ഭാഗം ഞാൻ വായിക്കാം. ദാനിയേൽ 10:12 മുതൽ 14 വരെ. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ, ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിൻ്റെ ദൈവത്തിന് മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിന് മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിൻ്റെ വാക്ക് കേട്ടിരിക്കുന്നു. നിൻ്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. പാർസി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാർസി രാജാക്കന്മാരോടുകൂടെ അവിടെ വിട്ടേച്ച് നിൻ്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. ഈ ഭാഗമെടുത്താണ് ദൈവമക്കളുടെ പ്രാർത്ഥനയെ പിശാച് തടഞ്ഞ് വെക്കും. അതിനെ ഫൈറ്റ് ചെയ്ത് ജയിക്കണം, വിശ്വാസികൾ ജയിക്കണം, അല്ലെങ്കിൽ അതിൽ കൃപയുള്ള ദൈവദാസന്മാർ അതിനെ ഫൈറ്റ് ചെയ്ത് ജയിക്കണം എന്നൊക്കെയാണ് പഠിപ്പിക്കൽ. ഈ വേദഭാഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ, ദാനിയേലിൻ്റെ പ്രാർത്ഥന പിശാച് തടഞ്ഞു എന്നുള്ളതാണ്. ആ ഭാഗത്തിൽ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദാനിയേലിനോട് ദൂതൻ വന്ന് പറഞ്ഞ കാര്യം, ഭയപ്പെടരുത്, നീ ഭയപ്പെടരുത്, നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന, നീ എപ്പോഴാണോ തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിച്ചത് അപ്പോൾ തന്നെ ആ ആദ്യ ദിവസം തന്നെ നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു അന്ധകാര ശക്തികൾ തമ്മിലുള്ളൊരു യുദ്ധമുണ്ട്. അത് ദൂതന്മാർ തമ്മിലുള്ള യുദ്ധമാണ്, ദാനിയേലുമായിട്ടുള്ള യുദ്ധമല്ല.
ദൂതന്മാർ തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് പറയുന്നു. ഓരോ ദേശത്തും പൈശാചിക ദൂതന്മാരുണ്ട്. അവരോട് യുദ്ധം ചെയ്യുന്നത് ദൂതന്മാരാണ്. അപ്പോൾ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ദാനിയേലിൻ്റെ പ്രാർത്ഥനയെ പിശാച് തടഞ്ഞതായിട്ട് കാണുന്നില്ല. പ്രാർത്ഥനാ ദിവസം തന്നെ കേട്ടു, അതിന് മറുപടിയും വന്നു. എന്നാൽ 21 ദിവസം യുദ്ധം ചെയ്തത് ദൂതന്മാർ തമ്മിലാണ്. ഈ ഭാഗമെടുത്താണ് പ്രാർത്ഥനയെ സംബന്ധിച്ച് ഉള്ള പ്രസംഗങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുക. ഇവിടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൂതന്മാരാണോ കൊണ്ടുവരുന്നത്? അത് പുതിയ നിയമത്തിൽ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. പഴയ നിയമത്തിൽ സന്ദേശവുമായി ദൂതന്മാർ ചെല്ലാറുണ്ട്. അങ്ങനെയാണ് ദാനിയേലിനോടും ഇസാജനത്തിന് വരുവാനുള്ള, ദേശത്തിന് വരുവാനുള്ള, ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ദൂതൻ വരുന്ന സമയത്ത് 21 ദിവസം ആ പൈശാചിക ശക്തികളുമായിട്ട് ദൂതന്മാർക്ക് പോരിടേണ്ടി വന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കൊണ്ടുവരുന്നത് ദൂതന്മാരാണോ? പുതിയ നിയമം എന്ത് പറയുന്നു നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 13 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ഇവിടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത് യേശുവാണ്, ദൂതന്മാരല്ല. പുതിയ നിയമത്തിൽ ദൂതന്മാരല്ല പ്രാർത്ഥനയ്ക്ക് മറുപടി കൊണ്ടുവരിക. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. അപ്പോൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത് യേശുവാണ്, ദൂതന്മാരല്ല. നമ്മൾ മുകളിൽ വായിച്ച ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ അവിടെ യുദ്ധം ചെയ്തത് ദാനിയേലല്ല എന്നുള്ളത് മനസ്സിലാക്കണം, ദൂതന്മാരാണ് യുദ്ധം ചെയ്തത്. പിന്നെ എന്തിന് ഇങ്ങനെ പഠിപ്പിക്കണം, വിശ്വാസികൾ യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ കൃപയുള്ള ദേവദാസന്മാർ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ വചനത്തിൻ്റെ വിരുദ്ധമായി പഠിപ്പിക്കലല്ലേ? ആ വചനത്തിൽ ദാനിയേൽ യുദ്ധം ചെയ്തതായിട്ടൊന്നും കാണുന്നില്ല. യുദ്ധം ചെയ്ത ദൂതന്മാരാണ്. ദാനിയേലിൻ്റെ പ്രാർത്ഥന ആരും തടയുകയും ചെയ്തിട്ടില്ല. ദാനിയേലിൻ്റെ പ്രാർത്ഥനയെ ദൈവം കേൾക്കുകയും ചെയ്തു എന്ന് ദൂതൻ തന്നെ ഒന്ന് പറയുന്നു. അപ്പോൾ ഈ ഭാഗം എടുത്തു വെച്ച് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ ദുഷ്ടാത്മസേനകൾ തടഞ്ഞു വെക്കുന്നു എന്ന് പഠിപ്പിക്കൽ തികച്ചും വചനവിരുദ്ധമാണ്. പുതിയ നിയമത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത് ദൂതന്മാരല്ല, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത് യേശു കർത്താവാണ്. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് പിതാവ് മഹത്വപ്പെടേണ്ടതിന് യേശു ചെയ്തു തരും. അത് നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും എന്ന് യേശു പറയും. ഈ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം എന്താ പറയുന്നത്? യെശയ്യാപ്രവചനം 43-ാം വാക്യം പറയുന്നു, ഇന്നും ഞാൻ അനന്യൻ തന്നെ, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല, ഞാൻ പ്രവർത്തിക്കും, ആർ അത് തടുക്കും? ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും, ആ പ്രവൃത്തിയെ ആർക്കും തടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഒരു ദൈവ മകളെ അല്ലെങ്കിൽ ഒരു മകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആധികാരികത എന്ന് പറയുന്നത് ഒരിക്കലും വ്യാഖ്യാനിക്കാൻ പറ്റാത്ത തരത്തിലാണ്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ മക്കളായി നിലയുറപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയെ പിശാച് തടുക്കുക എന്ന് പറയുന്നതിൽ പരം ദുരുപദേശം വേറെയുണ്ടോ? ദൈവത്തിൻ്റെ മക്കൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പിശാച് തടയുന്നു, ദൈവം അയക്കുന്ന ആ ഉത്തരത്തെ പിശാച് തടയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തെ നിസാരവൽക്കരിക്കുകയാണ്. അതിൽ വലിയൊരു അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതായത് പിശാചിനെ വലിയവനാക്കുകയും ദൈവത്തെ ചെറിയവനാക്കുകയും ചെയ്യുന്നു. പിശാച് ആദ്യം മുതൽ ആഗ്രഹിക്കുന്ന കാര്യവും അതുതന്നെ. അവൻ പറയുന്ന കാര്യത്തിന് മുൻതൂക്കം കൊടുത്ത് അവൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ് ഏദൻ തോട്ടത്തിൽ അവൻ വെച്ച ഒരു ട്രാപ്പ് എന്ന് പറയുന്നത്. ആ ട്രാപ്പ് തന്നെയാണ് എല്ലാ കാലങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ഭയങ്കര തന്ത്രശാലിയാണ്. അവനെ എല്ലാവരും ഭയപ്പെടണം, അവനെ എല്ലാവരും ആരാധിക്കണം. യേശു പരീക്ഷിക്കപ്പെടുമ്പോഴും യേശുവിൻ്റെ അടുക്കൽ വന്നവൻ പറഞ്ഞതാണ്, എന്നെ വീണൊന്ന് നമസ്കരിക്കുക, ഞാൻ ഈ ഇവിടെ കാണുന്നതൊക്കെ ഞാൻ നിനക്ക് തരാം, വീണൊന്ന് നമസ്കരിക്കാൻ മാത്രമേ പറഞ്ഞോളൂ. തത്വത്തിൽ ഈ ഉപദേശം പഠിപ്പിക്കുകയും ആ ഉപദേശം അനുസരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിശാച് തടയും, അതിനനുസരിച്ച് ഞാൻ പോരടിക്കണം, അല്ലെങ്കിൽ പോരാടി അതിനെ ജയിക്കണം, അല്ലെങ്കിൽ ദൈവം തരുന്ന മറുപടി ലഭിക്കണമെങ്കിൽ ഞാൻ പിശാചിനോട് പോരാടി അതിനെ പ്രാപിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന അപകടമെന്ന് പറയുന്നത് ദൈവത്തിന്
ഒരു വിലയുമില്ലാതെ പിശാചിനെ നിങ്ങൾ വലിയവനാക്കുന്നു. സർവശക്തനായ ദൈവം തരുന്ന മറുപടിയെ കേവലം പിശാച് വന്ന് തടയുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തെക്കാൾ വലിയവനായിട്ട് പിശാചിനെ ചിത്രീകരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ദൈവം അയക്കുന്ന മറുപടി അല്ലെങ്കിൽ ദൈവസന്നിധാനത്ത് ചെന്ന് പ്രാർത്ഥന അതിനെ തടയുന്ന പിശാചിനെ പരാജയപ്പെടുത്തുന്ന ആരാണെന്ന് ചോദിച്ചാൽ അതാണ് ബഹുരസം. വിശ്വാസികൾ കേവല മനുഷ്യരായ നാം പിശാചിനോട് എതിർത്ത് അതിനെ പ്രാപിക്കുന്നു. എന്തുമാത്രം വിഷമം പിടിച്ച ഉപദേശമെന്ന് അറിയാമോ? പ്രിയ സുഹൃത്തെ, നമ്മളിത് മനസ്സിലാക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് സർവശക്തനായ ദൈവത്തിന് സകല അധികാരമുണ്ട്. അവൻ പ്രവർത്തിക്കും. ആർക്ക് തടുക്കാൻ കഴിയും? ആർക്കും തടുക്കാൻ പറ്റില്ല. തടുക്കാൻ പറ്റാതെ വണ്ണം അവനൊരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. ആ സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ നിസ്സാരവൽക്കരിക്കുന്നത്. ആ സർവശക്തനായ ദൈവം അവിടെ നിന്ന് ചെയ്യുന്ന പ്രവർത്തികളെ തടുക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. തൻ്റെ മക്കൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണയിൽ ജീവിക്കുന്നവരാണ്. അവൻ്റെ അധികാര പരിധിക്കുള്ളിലാണ്, മറിച്ച് പിശാചിൻ്റെ പരിധിക്കുള്ളിലല്ല. പിശാചിൻ്റെ ആധിപത്യമെന്ന് പറയുന്നത് വിശ്വാസികളുടെ കാൽ കീഴാണ്. എന്നാൽ ഇങ്ങനെയുള്ള പഠിപ്പിക്കലുകൾ കൊണ്ട് പിശാചിൻ്റെ ആധിപത്യം നമ്മുടെ തലയ്ക്ക് മുകളിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയുള്ള അപകടമെന്ന് പറയുന്നത്, ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഉള്ള അപകടമെന്ന് പറയുന്നത് സർവശക്തനായ ദൈവത്തെ ചെറുതാക്കുന്നു, ഒപ്പം പിശാചിനെ വലുതാക്കുന്നു. മാത്രമല്ല, ഈ വരുന്ന മറുപടികളെയും പ്രാർത്ഥനകളെയും അതിനെ ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ കഴിവുള്ളവർ മനുഷ്യരായി മാറുന്നു. അപ്പോൾ ദൈവത്തിന് യാതൊരുവിധ വിലയും കൽപ്പിക്കാത്ത തരത്തിൽ ദൈവത്തിന് ചെല്ലേണ്ടതായ മഹത്വം ലഭിക്കാതെ വണ്ണം പിശാച് കുതന്ത്രം കാണിച്ച്, അവൻ തന്ത്രശാലിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൻ തന്ത്രം മെനഞ്ഞ് ദൈവത്തിന് കിട്ടേണ്ട മഹത്വത്തെ അവൻ നൈസായിട്ട് തട്ടിയെടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഒട്ടുമിക്ക പേരും ഇത്തരത്തിൽ പോരാടിയത് ജയിക്കണമെന്നുള്ള നിലയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ, മറിച്ച് ഈ പിശാചിനോട് ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ള പേരിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് പിറകോട്ട് വലിയുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതായത് പ്രാർത്ഥനയെക്കുറിച്ച് യേശു പറഞ്ഞത് എന്താണെന്നറിയാമോ? നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. മത്തായി 21:22. അപ്പോൾ എന്ത് ചോദിച്ചാലും ഉത്തരം ലഭിക്കും, പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കും എന്ന് യേശു പറഞ്ഞിരിക്കെ, നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും അത് നമുക്ക് കിട്ടണമെങ്കിൽ ഞാൻ യുദ്ധം ചെയ്യണം. ഞാൻ യുദ്ധം ചെയ്താൽ അത് കിട്ടൂ. അപ്പോൾ ദൈവവചനത്തിന് വിപരീതമായി നാം പ്രവർത്തിക്കുമ്പോൾ പിശാചായവൻ നന്മയെ വാരിയെറിയും. മനസ്സിലാകുന്നു? നന്മയെ അവൻ വാരിയെറിയും. ആ ലഭിക്കുന്ന നന്മകൾ ഞാൻ പോരാടി പിശാചിനെ പരാജയപ്പെടുത്തി ദൈവത്തിൽ നിന്നുള്ളത് ഞാൻ പ്രാപിച്ചു എന്ന നിലയിൽ നമ്മളെ അവൻ കൊണ്ടുപോകും. സത്യത്തിൽ അവൻ്റെ ട്രാപ്പിലാണ് നമ്മൾ വീണ് കിടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നാൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നാം വിശ്വാസമുള്ളവരായാൽ നിശ്ചയമായും മറുപടി നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എന്നാൽ ചില പ്രാർത്ഥനകൾക്ക് മറുപടിക്ക് വർഷങ്ങൾ കാത്തിരിക്കേണ്ടത് വരും. തിരുവചനം അത് പഠിപ്പിക്കുന്നു. അബ്രഹാം പിതാവ് വർഷങ്ങളോളം കാത്തിരുന്നു, സെഖര്യാവ് വർഷങ്ങളോളം കാത്തിരുന്നു. അങ്ങനെ പലരും വർഷങ്ങളോളം കാത്തുനിന്ന് അതിന് മറുപടി പ്രാപിക്കാൻ കാത്തിരുന്നു. ഇതിൻ്റെ പിന്നിലൊക്കെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധി ചെല്ലുകയും ചെയ്യുന്നു. അതിന് തടയാനായിട്ട് ഒരു ശക്തിക്കും കഴിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ പ്രാർത്ഥനയെ തടയുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. അങ്ങനെ തടയുന്നുവെങ്കിൽ നാം സേവിക്കുന്ന ദൈവത്തിന് ഒരു വിലയും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു പഠിപ്പിക്കൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത് പിശാച് വലിയവനായിത്തീരുന്നു, ദൈവം ചെറിയവനാകുന്നു, ഒപ്പം നമ്മൾ വലിയവരായി മാറുന്നു. നമ്മൾ വിജയം പ്രാപിക്കുന്നത്, നമ്മൾ യുദ്ധം ചെയ്ത് ദൈവം കരുതി വച്ചിരിക്കുന്നത് നമ്മൾ കൈക്കലാക്കുന്ന തരത്തിലായി മാറുന്നു. ഈ ഒരു തെറ്റായ ഉപദേശം മനസ്സിലാക്കി ശരിയായ നിലയിൽ ദൈവസന്നിധാനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി തീരട്ടെ. ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് നാം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഏതൊരു വിഷയങ്ങൾക്കും അവൻ മറുപടി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ മുന്നോട്ട് യാത്ര ചെയ്യാം. അടുത്തൊരു വിഷയവുമായി അടുത്തൊരു എപ്പിസോഡ് നിങ്ങളെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിർത്തുന്നു. ദൈവമായ കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.